എന്താ ഇവിടെ? ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഇവിടെ? ഞാൻ ഇവിടെ കൊട്ടാരത്തിന് മണിമാല കൊണ്ടുവരാമെന്ന് ഐശ്വര്യ സമ്മതിച്ചു. നീ അത് അംഗീകരിക്കുകയും ചെയ്തു. അത് കൊണ്ടുവന്നാൽ അവളത് ഈ മരുമകളെ അംഗീകരിക്കുന്ന തരത്തിൽ ഒരു റിസപ്ഷൻ നടത്താൻ തീരുമാനിച്ചു. അതെ. എന്നാൽ അവൾ ഒറിജിനലിന് പകരമായി ഒരു ഡ്യൂപ്ലിക്കേറ്റ് രക്തമാലയാണ് കൊണ്ടുവരുന്നതെങ്കിൽ നീ എന്ത് ചെയ്യും? ഉടായിപ്പിന്റെ ഹെഡ് മാസ്റ്റർ ആണല്ലോ അവള്. അതിന്റെ പഴുതുകളെല്ലാം ഞാൻ അടച്ചിട്ടുണ്ട്. രാജകൊട്ടാരവുമായി ബന്ധമുള്ള സ്വർണപ്പണിക്കാരെ തന്നെ ആ സമയത്ത് ഞാനിവിടെ എത്തിച്ചിരിക്കും. ആ മണിമാല കാണുമ്പോ അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അയാള് കണ്ടുപിടിക്കുമല്ലോ. അതേതായാലും ബുദ്ധിയായി. അതും പറഞ്ഞ് അവൾക്ക് നമ്മളെ ചതിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും റിസപ്ഷന്റെ കാര്യത്തില് നമ്മൾ വാക്ക് പാലിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നുന്നത് പോലെ അഭിനയിച്ചേക്കണം. അവൾക്കും നമ്മളോടൊരു വിശ്വാസമൊക്കെ വരട്ടെ. ഒരു കാര്യം മാത്രം ഭദ്രേട്ടൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കാൻ പോകുന്നത് നരി ഒരിക്കലും അറിയരുത്. ചടങ്ങ് നടക്കുന്നുണ്ടെന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞാ കൊട്ടാരത്തിലെ മണിമാല ഇവിടെ എത്തിക്കും എന്ന് അവൻ ഊഹിക്കും. അതോടുകൂടി ആ മണിമാല തട്ടിയെടുക്കാനുള്ള ശ്രമം അവൻ ആരംഭിക്കും. അവനെ നേരിടുക അത്ര എളുപ്പമല്ല. ഇടം വലം നോക്കാതെ എന്ത് കടുങ്കയും ചെയ്യുന്നവനാണ് ആ നരി. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ നടക്കുന്ന കാര്യം അവൻ അറിയരുത്. ഇല്ല, ഇങ്ങനെ ഒരു ചടങ്ങിനെ കുറിച്ച് നരി ഒരിക്കലും അറിയില്ല. അറിയാൻ ഞാൻ അനുവദിക്കില്ല. എങ്കിൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ നടക്കും. പക്ഷേ സംഭവിക്കുന്നത് മറിച്ചാണെങ്കിൽ അവനെ തടയാൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. കാര്യത്തിന്റെ ഗൗരവം പിടികിട്ടിയല്ലോ. എന്താ ഇവിടെ? ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഇവിടെ? ഞാൻ ഇവിടെ എന്തിനാ ഈ വീട് മുഴുവൻ തെരച്ചിൽ നടത്തുന്നേ? ഒരു കള്ളിയെ പോലെ കയറി വന്ന് ഈ പാവം വേലക്കാരികളുടെ ബാഗുകൾ എന്തിനാ പരിശോധിക്കുന്നേ? അമ്മേ, ഈ സമയത്ത് എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. നിനക്കിപ്പോ വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. ആ മണിമാലയല്ലേ? ചിനു, ഞാൻ നിന്റെ കാല് പിടിക്കാം. എനിക്ക് ആ മണിമാല വേണം. ഇല്ലെങ്കിൽ എന്റെ ജീവിതം തന്നെ നശിക്കും. വെറും ഒരു എയർ ഹോസ്റ്റസിൽ നിന്നും
ഇത്രയും വലിയൊരു സാമ്രാജ്യത്തിന്റെ മരുമകളായി കയറി വന്ന എന്റെ എല്ലാ സ്വപ്നങ്ങളും എല്ലാ പ്രതീക്ഷകളും തകരും. പിന്നീട് ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാവില്ല. എന്നെ നീ സഹായിക്കണം പ്ലീസ്. എന്റെ കയ്യിൽ മണിമാല ഇല്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ? ആ മണിമാല എനിക്ക് തന്നാൽ അതിന്റെ നേട്ടം എനിക്ക് മാത്രമാവില്ല ചിന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ കൈ നിറയെ പണം തരാം. അച്ഛനെ ഏത് വിധേയനെയും ഞാൻ ജയിലിൽ നിന്നും പുറത്തിറക്കും. മതി, ഈ നാടകം മതിയാക്കി ഒന്ന് ഇറങ്ങി പോവോ? ഇല്ല, ഞാൻ പോവില്ല. നിങ്ങൾ ആ മണിമാല എന്റെ കയ്യിൽ തരുന്നവരെ ഞാൻ ഇവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കും. എന്ത് സംഭവിച്ചാലും മണിമാല തരാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. എന്നെ നശിപ്പിക്കാൻ നീ കുറെ ശ്രമിച്ചതല്ലേ? എന്നിട്ടും ഒന്നും നിനക്ക് പറ്റിയില്ലല്ലോ. ഇനിയും അതിന് പറ്റില്ല. പക്ഷെ നിന്നെ നശിപ്പിക്കാൻ എനിക്ക് പറ്റും. ഒറ്റ സെക്കൻഡ് കൊണ്ട്. സഹി കേട്ടാ, ഞാനത് ചെയ്യും. ഡേ, നീ അനുഭവിക്കും, അനുഭവിപ്പിക്കും ഞാൻ. അവളുടെ ഈ പ്രകടനം കണ്ടിട്ട് അമ്മ ഒന്നും സങ്കടപ്പെടണ്ട. എല്ലാം അവളുടെ നാടകമാ. അവളുടെ കാര്യം നടക്കാൻ വേണ്ടി അവൾ നടത്തുന്നൊരു കൊള്ള നാടകം. ഇതൊന്നും കൊണ്ട് അമ്മ വിഷമിക്കണ്ട. നമ്മൾ ഇനി അവളോട് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല. റോമിയോ, നീ എന്തിനെന്റെ മനസ്സ് കീഴടക്കി? നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് സ്വപ്നം കാണാൻ പോലും കഴിയുന്നില്ല. ഞാൻ നിന്റെ സ്വന്തമാകണമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ എന്റെ കുടുംബത്തെയും മാതാപിതാക്കളെയും കൂടപ്പിറപ്പുകളെയൊക്കെ ഉപേക്ഷിച്ച് ഞാൻ നിന്നോടൊപ്പം വരാം. ജൂലിയറ്റ്, എനിക്ക് വേണ്ടി നീ ഒന്നും ഉപേക്ഷിക്കരുത്. ആരെയും ഉപേക്ഷിക്കരുത്. കാരണം സ്നേഹം ദിവ്യമാണ്. സ്നേഹിച്ചവരെ വേദനിപ്പിക്കരുത്. നീ എന്റെ പ്രാണനാണ്. എന്താ ഇവിടെ?